ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ മറിയയുമായി യോസേപ്പ് നാട് വിട്ടു പോവുകയാണ്. താനൊരു കൂടാരപ്പണിക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. ആ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ധനാഢ്യരായ മനുഷ്യരൊന്നുമല്ല അങ്ങനെയുള്ള ആളുകൾ. ചില ദിവസങ്ങളോ ചില ആഴ്ചകളോ ജോലി ഇല്ലാതെ വന്നാൽ അവരുടെ ജീവിതം ആകപ്പാടെ പട്ടിണിയിലായി മാറും. മറിയയെ ചേർത്ത് കൊണ്ടപ്പോൾ യോസെഫിന് നാട്ടിൽ നിൽക്കുവാൻ കഴിയാതെ നാട് വിടേണ്ടതായിട്ട് വന്നു. ഒരുപക്ഷെ തന്മൂലം തൻ്റെ ഭൗതികമായ ജോലി നഷ്ടപ്പെട്ട് കാണാം, തൻ്റെ വരുമാന മാർഗങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി കാണാം. എങ്കിലും ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് മറിയയെ ചേർത്തുകൊണ്ട് അവൻ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി തന്നെ തയ്യാറായി. തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാതെയായി. ഈ സ്ത്രീയുമായി മുൻപോട്ട് പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് യോസെഫിന് ഒരു നിശ്ചയവുമില്ല. എങ്കിലും അവൻ യാത്ര ആരംഭിച്ചത് ദൈവദൂതൻ പറഞ്ഞതനുസരിച്ചാണ്. കുറെ മുൻപോട്ട് പോയപ്പോൾ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടു പോയേക്കാം, ആഹാര സാധനങ്ങൾ തീർന്നു പോയേക്കാം. 2-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവം നാം കാണുന്നു. യേശു എന്ന പൈതലിനെ കാണുവാൻ വേണ്ടി കടന്നു വന്ന വിദ്വാൻമാർ, അവർ കേവലം യേശുവിനെ കണ്ടിട്ട് മടങ്ങിപ്പോവുക മാത്രമല്ല ചെയ്യുന്നത്. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന ശേഷം അവരുടെ കൈവശമുണ്ടായിരുന്ന നിക്ഷേപം യേശുവിൻ്റെ കാൽക്കൽ വെച്ചിട്ടാണ് കടന്നുപോയത്. ഒരർത്ഥത്തിൽ ആ നിക്ഷേപ പാത്രങ്ങളിൽ നിന്ന് അവർ യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച ആ നിക്ഷേപങ്ങൾ സമർപ്പിച്ചത് യേശുവിനാണ്, അനുഭവിച്ചതോ യോസെഫും മറിയയുമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടം എന്നുള്ളത് യേശുവാണ്. ആ കാര്യം മറന്നുപോകരുത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, യേശു ക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്ന നന്മകൾ, പക്ഷേ ഇത് അനുഭവിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠതയുള്ളതാണ്.